എന്തായാലും ഒരവസ്ഥകളെ സണിയുടെ രാവിലെ എണീറ്റപ്പോ കണ്ണ് തിരുമ്മിയോ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കൃഷ്ണമണിയുടെ സൈഡിൽ ഇങ്ങനെ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ നന തുടങ്ങി. ഇല ഇപ്പോഴും നന്നായിട്ട് കൊഴിയണ്ട കേട്ടോ. ഒരിടയ്ക്ക് ഇല കൊഴിച്ചിലാണ് നിന്നതായിരുന്നു. അപ്പം മാങ്ങയൊക്കെ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയെങ്കിലും ഇല പതിവ് പോലെ തന്നെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗ്രേസ് സ്കൂളുള്ള ദിവസമാണെന്ന്. അപ്പം ഞാൻ അവൾക്കുള്ള ലഞ്ചിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി കൂട്ടിയിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കണേ. ഗ്രേസ് റെഡി ആയാ? ഗ്രേസ് ഗ്രേസ് ഗ്രേസോ റെഡി ആയാ? എന്നാ മുടി കെട്ടാനുള്ള ചീർപ്പൊക്കെ എടുത്ത് വയ്ക്കി. തന്നെ ഇല്ല. സനചേട്ടൻ്റെ ഇവിടെ നനച്ചുകൊണ്ടിരിക്കണ്ട. ഇപ്പൊ വരാം. അപ്പൊ കറണ്ട് പോയി. അപ്പൊ നമ്മുടെ നനയ്ക്കല് സ്റ്റോപ്പായി. ഒരു കുഞ്ഞും വീട്ടിൽ മുട്ട എടുത്തിട്ട് ചേട്ടാ പുഴുങ്ങി തിന്നണ. പിന്നെ എത്ര ദിവസം മുട്ട എടുത്തിട്ട് പുഴുങ്ങി പൊരിച്ചൊക്കെ തിന്നോണ്ടിരിക്കുക. അത് ഒരു കുഞ്ഞു മുട്ടയുള്ളൂ. കുഞ്ഞു മുട്ട നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കറണ്ട് വന്നു. നന വീണ്ടും സ്റ്റാർട്ടഡ്. അപ്പൊ ഗ്രേസ് അങ്ങനെ പോയി. അല്ലെങ്കിൽ അവൻ എനിക്ക് വരാറുണ്ട്. ചെടികളൊക്കെ വെട്ടാറായില്ലേ? അത് ഒരു ലെവല് മതി. ഭയങ്കരമായിട്ട് താഴ്ന്ന ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വൃത്തിയായിട്ട് വെട്ടാല്ലേ, അധികം ഹൈറ്റ് താത്താണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് മതിലിന്റെ മുകളിലേക്ക് പോവാണ്ടേ, അങ്ങനത്തെ രീതിയിൽ മതില് പോലെ നിർത്താം. എന്നിട്ട് ഈ ഗ്യാപ്പുകൾ വേണമെങ്കിൽ കുത്തായിരുന്നു. ഇത് ഇങ്ങനത്തെ ഗ്യാപ്പുകളില്ലേ, അപ്പൊ നല്ല ഭംഗിയുണ്ടാവും. എന്ത് തിരിച്ചു ഞാൻ വെള്ളം ഒഴിക്കും. അതന്നെ തിരിച്ചൊഴിക്കും. എന്റെ നാരങ്ങല്ലേ, അത് ഡയറ്റാ. നോ നാരങ്ങ. ഉപ്പിട്ട വെള്ളം തരാം ഒരു 10 മണിക്ക് ആവുന്ന. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് തരാം. അപ്പൊ ഞാൻ ചെയ്യട്ടെ. അപ്പൊ ഇന്ന് കടയിൽ പോയി വന്നപ്പോ സനചേട്ടനെ വലിയ വഴുതനങ്ങ ഉണ്ടല്ലോ, അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ വീട്ടിൽ പോയപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ എന്താ കൊടപ്പനും കൂടി ഒടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എന്തെങ്കിലും കറിയൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ച് ഞാനിവിടെ എടുത്തു വെച്ചതാ. പക്ഷെ അതിനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം വേറെ രീതിയിലാക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയണ വോയിസ് ഓവറും എൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ വോയിസ് എങ്ങനെയോ മിസ്സായി പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഇരുമ്പുളി എടുത്ത് കൊണ്ടുവന്ന് കുറച്ച് ഇരുമ്പുളി ഉണ്ടായിരുന്നുള്ളൂ, അതൊന്ന് അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ഉച്ചയൂണിൻ്റെ കൂടെ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് എടുക്കണത്. അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോര് കാച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കറികൾ. പിന്നെ നമ്മൾ രാവിലത്തെ വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് വെച്ച ഉപ്പേരിയും കൂടി ഉണ്ട്. അപ്പോൾ അത് 3ഉം കൂട്ടി ഇന്നതേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ മോര് കാച്ചിയതും പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ നമ്മുടെ ഇരുമ്പുളി അച്ചാറും. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ 2 ദിവസത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനി നാളത്തെ വിശേഷങ്ങൾ കാണാം. വൈറ്റ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
എന്റെ സൗണ്ട് ചെറുതായിട്ട് പോയിരിക്കാണ് കേട്ടോ. മൂക്കിക്കൂടെ പറയണ പോലെ നിങ്ങക്ക് തോന്നിയേക്കാം, സ്വാഭാവികം. ഇത് പുതിയ തോന്നുമല്ലോ, അപ്പൊ ഞങ്ങളുടെ മാള എന്നിട്ട് കറക്റ്റ് സ്ഥലം പറയാ വടമ. മാളക്കുളത്തിന്റെ സൈഡില്, അതെ, മാളക്കുളത്തിന്റെ അടുത്ത് സുസുക്കിയുടെ സർവീസ് സെന്റർ ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം. ഈ ചേട്ടനെ ഒരു ദിവസം കണ്ടിരുന്നു, ഞങ്ങൾ വർത്താനം പറഞ്ഞു. ഇത് പണ്ടേ തുടങ്ങിയുള്ളതാണ്. അപ്പൊ ഞങ്ങള് കണ്ണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നേത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ കാണാൻ വേണ്ടി നേത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സണിയുടെ രാവിലെ എണീറ്റപ്പോ കണ്ണ് തിരുമ്മിയോ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കൃഷ്ണമണിയുടെ സൈഡിൽ ഇങ്ങനെ എന്നിട്ട് പറയാ, കൃഷ്ണമണിയുടെ സൈഡില് ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി നിക്കണ പോലെ വെള്ള കളർ ഉണ്ടല്ലോ. വെള്ള കളറല്ല, ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്കൊരു ഒരു എന്നിട്ടായിരുന്നു സാധനത്തിന്റെ പേര്, ജെല്ല് പോലെ വരുന്ന ഒരു ചെടിയില്ലേ, ചെടിയുമ്പോ തൂങ്ങി ഇങ്ങനെ നിക്കണത് വെള്ളം, മറ്റേ കണ്ണിൽ ഇങ്ങനെ ഒഴിക്കാറില്ല, മഴത്തുള്ളി പോലത്തെ ഒരു സാധനം, ജെൽ. അതുപോലെ കൃഷ്ണമ്മയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാട. അത് എന്ത് സംഭവം അറിയില്ല. രാവിലെ ഭയങ്കരമായിട്ട് ചോന്നിരിക്കുകയായിരുന്നു, ഇപ്പൊ ചോന്ന കളറൊക്കെ പോയി, പക്ഷെ അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കണ്ണ് കൃഷ്ണമണി കണ്ണ് ഇങ്ങോട്ട് നോക്കുമ്പോ വേദനയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് കണ്ണായതുകൊണ്ട് വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മള് അവിടെ ചെന്നിട്ട് കാണിക്കാട്ടാ, കണ്ണ് കാണിച്ചു തരാം. കണ്ണ് കാണിക്കാനായിട്ട് നേത്ര ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങള് ഇതാണ് മാള പള്ളി. എത്രയോ കാണിച്ചിരിക്കുന്നു, വീണ്ടും കാണിക്കും. ഞങ്ങളുടെ ഈ സ്ഥലം ഞങ്ങൾ വീണ്ടും കാണിക്കുന്നു. നേത്രയില് എത്തി. ഇവിടെ നേത്ര, ഞാൻ നേത്രയിൽ എത്തിയെന്ന് കേട്ടില്ല ചേട്ടൻ. ഞാൻ നേരെ അങ്ങോട്ട് പെട്ടെന്ന് കണ്ണിപ്പോഴും കാണില്ലേ? അല്ല, ഞാനേ പെട്ടെന്ന് വർത്താനത്തില് അങ്ങോട്ട് പോയി. എന്തായാലും ബാക്ക് എടുക്ക്. നിന്റെ ഷേപ്പ് നല്ല രസമുണ്ടല്ലേ, എനിക്കിഷ്ടായി. ഒതുങ്ങിയ ഹോസ്പിറ്റൽ. നേത്രയിലെത്തിയിരിക്കുന്നു. എടുക്കണ്ടല്ലോ, കാടൊന്നും എടുത്തില്ലേ അവിടത്തെ ചേട്ടൻ? പേര് പറഞ്ഞ പോരെ. ഉണ്ടാവണം. എന്റെ കണ്ണിയും കാണിച്ചിട്ടോ, കാണാൻ പറ്റുന്ന അറിയില്ല. ഇവിടെ ലൈറ്റ് ഉണ്ടോന്ന് അറിയില്ല. കിട്ടാനെ കണ്ടിക്കണേ. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കി, ഇവിടെ നോക്ക്. ഞാൻ ഇങ്ങോട്ടേക്കണേ, ഇത്രയും ക്ലിയർ ആവണില്ല. ഇച്ചിരി ഇങ്ങോട്ട് നോക്കി. പക്ഷേ ഏട്ടാ നേരത്തെക്കാളും കുറഞ്ഞൂട്ടാ, വ്യത്യാസം വന്നു. ഇച്ചിരി മുകളിലേക്ക് നോക്കി. എന്തോ ഒരു പ്രശ്നമുണ്ട് കണ്ണിന്റെ സൈഡൊക്കെ ഇങ്ങനെ ഞരമ്പൊക്കെ തടിച്ച് അറിയില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോ കറക്റ്റ് അറിയണില്ല കേട്ടാ. ഗ്ലേസിംഗ് ഉണ്ട്, പക്ഷെ രാവിലത്തെക്കാളും കുറഞ്ഞു. ഭയങ്കര നീറ്റം, എന്തോ പൊട്ടലുള്ള പോലെ. എന്തായാലും പോയേക്കാം. സ്ക്രാച്ച് കണ്ണാടയൊക്കെ കൊണ്ട് പോവാം. ഞാൻ രാവിലെ മറ്റേ കണ്ണിൽ ഒഴിക്കണ മരുന്നുണ്ട്, ഏതൊക്കെ എടുത്ത് ഒഴിച്ചു. പക്ഷെ കണ്ണിന്റെ മരുന്നിന്റെ പേരറിയോ? നോർമൽ കോഴിയുടെ കണ്ണിലൊക്കെ ഒഴിക്കണ മരുന്ന്. ഡോക്ടറോട് പറയാൻ കോഴിയുടെ കണ്ണിലിരിക്കുന്ന മരുന്ന് ഡോക്ടറോട് പറയണ്ടേ എന്തിട്ട് മരുന്ന് വെച്ചേന്ന്. ഇങ്ങനെ നോക്കുമ്പോ അറിയാട്ടാ, പക്ഷെ ഇങ്ങനെ വീഡിയോയിൽ എനിക്ക് അത്രയും ക്ലിയർ ആക്കാൻ പറ്റണല്ലേ. എന്തായാലും കോഴിയുടെ മരുന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എന്നിട്ട് പറയാം ഡോക്ടറോട്. നോക്കാൻ പറ്റണല്ലേ. കണ്ണിന്റെ പ്രഷർ ടെസ്റ്റ് ഒക്കെ നടത്തി, ഗ്ലാസ് ഒക്കെ ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പവറൊക്കെ കറക്റ്റാണ്. ഇതെന്താന്ന് ഡോക്ടർ പറയുന്നത്? ഇത് കുറെ നാളായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു. അല്ല, പക്ഷെ എനിക്ക് അവിടെ ഒരു പാട പോലെ ഉണ്ടായിരുന്നു. ഇത്രയൊന്നും ഉണ്ടായില്ല.
അപ്പൊ അങ്ങനെ കണ്ണിന് അസുഖമൊക്കെ മാറി. മരുന്നും കിട്ടി. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മരുന്ന് തുള്ളി മരുന്ന് വെച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അത് കണ്ണ് തിരുമിയപ്പോ ഉണ്ടായ ആ ഒരു സ്ക്രാച്ചിൽ അവിടെ ഒരു നീര് വന്നാന്ന് പറഞ്ഞു. തന്നേക്ക് വലിഞ്ഞു പോവും. ഇനി ഉള്ളിൽ കയറിട്ട് പറയാം. അത് തന്നേക്ക് വലിഞ്ഞു പോകും. ഇൻകേസ് എനിക്കിപ്പോ കുറഞ്ഞു. അത് രാവിലെ കണ്ട് ഞാൻ ഇതിനകത്ത് വന്നില്ലേ, രാവിലത്തേക്കാളും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിടിക്കും ഞാൻ ഡോറൊന്ന്. അപ്പൊ 2 തുള്ളി മരുന്ന് തന്നിട്ടുണ്ട്. ഒരെണ്ണം 2 ദിവസം ഒഴിക്കാനും ഒരെണ്ണം ഒരാഴ്ച വരെ ഒഴിക്കാനുമായിട്ട്. അത് ഒഴിച്ചാൽ മതി പറഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആവെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഡോക്ടറിനോട് പറഞ്ഞു മുമ്പ് 2-3 വർഷം മുമ്പ് എനിക്ക് ഭയങ്കര തലവേദനയായിട്ട് ഞാൻ ഇവിടെ അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായല്ലോ. എനിക്ക് ഇഷ്ടമായിട്ടോ ഡോക്ടറിനെ. നല്ല ഡോക്ടർ. ആ ഡോക്ടറിന്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ജിംന. അപ്പൊ എന്നിട്ടായാലും ഡോക്ടർ പറഞ്ഞു ആ ടെസ്റ്റിൽ എന്തോ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ LFI പോയി ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ റിപ്പോർട്ട് ഒന്നും കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് പറയണത്. എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് തലവേദന. അന്നത്തെ തലവേദന ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിയില്ല. മുമ്പ് ഒരിടയ്ക്ക് മൊത്തം തലവേദനയായിട്ട് MRI സ്കാനും ഇതൊക്കെ ആയിരുന്നു. തലയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. എന്താന്നറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. നേരെ മമ്മിയുടെ അടുത്തേക്ക് പോയിട്ട് പോവാം. മമ്മിയുടെ അടുത്ത് ചക്ക എടുക്കാനുണ്ടായിരുന്നു. സമയണ്ടാ? മമ്മി ഇന്നലെ വിളിച്ചിട്ട് ചക്ക ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇങ്ങനെ നീര് വെച്ചൊക്കെയുള്ള കാരണം ഇന്നലെ ഇതിനേക്കാളും തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പോയില്ല, വയ്യാത്ത കാരണം. കൃപാസനം കൊടുക്കാം. ഇപ്രാവശ്യം കൃപാസനം മിടുവിന്റെ സപ്ലൈ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ഇപ്രാവശ്യം ആദ്യം പുറത്തേക്ക് പോയിട്ടില്ല ചേട്ടാ. നമ്മളന്ന് UP പോയപ്പോ കൊടുത്തായിരുന്നു. UP കൊടുത്തു. പക്ഷെ ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം എല്ലാ പ്രാവശ്യം ഞാൻ 3-4 കെട്ട് കൃപാസനൊക്കെ കൊണ്ടുവന്ന് പലവർക്കായിട്ട് കൊടുക്കും. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഹിന്ദി വരെ കൊണ്ടു കൊടുത്തു. ഹിന്ദി അല്ല, ബംഗാളി പേപ്പർ കൊടുത്തു. ബംഗാളി പേപ്പർ കൊണ്ടുവന്ന് ബംഗാളി മറ്റേ ഹിന്ദിക്കാരുണ്ടല്ലോ പണിക്ക് വരണേ. അപ്പൊ അവര് കൂടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയി അവർക്കൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര മോശമായിരിക്കുന്നു. ഇപ്രാവശ്യം നമ്മള് വീട്ടില് ഉണ്ടായില്ല. ഉള്ളത് നമ്മൾ അവിടെ സപ്ലൈ ചെയ്തു. അത് പറയരുത്, കൊടുത്തില്ലെന്ന് പറയരുത്. നമ്മള് ഒരു കെട്ട് ഉത്തർപ്രദേശിൽ കൊടുത്തു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അധികം കെട്ടൊന്നും കൊടുത്തില്ല. ഒരു കെട്ട് മീൻസ് ഒരു ബാഗ് കൊടുത്തു. ഒരു ബാഗ് ഫുള്ളൊന്നും കൊടുത്തു. അവരുടെ ആ ഇതിലുള്ള സ്ഥലത്ത് മൊത്തം നമ്മള് കൊടുത്തു. ഇത് രണ്ടാമത്തെ പക്ഷെ ലേറ്റ് ആയി പോയി. മാസം കഴിയാറായി. ഈ മാസം കഴിയാറാകുമ്പോളെ പലരുടെ അടുത്തും കൊണ്ടുവരുമ്പോ അവര് പറയും ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും. അപ്പൊ പിന്നെ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവര് പിന്നെ വായിക്കൊന്നുമില്ല. പിന്നെ കുറച്ചുള്ളൂ. ഒന്ന് പിന്നെ എത്ര കുറച്ചൊന്നല്ല, എന്തായാലും 10-15 ഉണ്ട്. 15 ഒന്നുമില്ല, 10 എന്തായാലും ഉണ്ട്. ഞാൻ എണ്ണീട്ട് പറയാം. അപ്പൊ അതെ ഞങ്ങള് നമ്മുടെ എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ വീട് അതാണ്. അപ്പൊ ഇതാരുടെ വീടാ? ഇത് നിന്റെ തറവാടോ? അങ്ങനെയല്ല, ഇത് എന്റെ വീടെന്നാണ് പറയാം. അപ്പൊ അതോ? അതും എന്റെ വീട്. എനിക്ക് 2 വീടുകളിലാണ് ഉള്ളത്. അങ്ങനെ വീട്ടിലെത്തി. ഇവിടെ ആരെങ്കിലും ഉണ്ടാവോ? ഞാൻ പറഞ്ഞിട്ടില്ലേ വരുന്നൊന്നും. ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഡാഡിയുടെ വണ്ടിയുണ്ട്. ഓക്കെ, അപ്പൊ ഇതോടെ ഞാൻ തുറന്നിട്ട് വരാം. ആരെയും കാണാനില്ല. ആരെയും കാണാനില്ലല്ലോ. കാണാനില്ല. അപ്പൊ മമ്മി ഉണ്ടായിരുന്നില്ല ഏട്ടാ വീട്ടില്. അപ്പൊ ഡാഡിനെ കണ്ടു. ഡാഡി ചക്ക തന്നു.
ചക്ക ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മണണ്ടാ? പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കടഞ്ഞേ മണം അറിയണില്ല, ടേസ്റ്റ് അറിയണില്ല. ഒരെണ്ണം ചെറുപ്പ് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തോ? നല്ല ചക്കയാന്ന് തോന്നണു, പക്ഷെ ടേസ്റ്റ് അറിയാനുള്ള ഒരു യോഗ ഇല്ല മൂക്കടഞ്ഞായിരുന്നു. മധുരം ഉണ്ടാവുമായിരിക്കും, മനസ്സിലാവണില്ലായിട്ടൊന്നും. നല്ല ചക്കയാന്ന് തോന്നുന്നു. എന്തായാലും ഒരവസ്ഥകളെ ഒട്ടും ടേസ്റ്റ് അറിയാനില്ല, മധുരം ഉണ്ടെന്ന് അറിയാനില്ല. മധുരം വേണ്ട, എന്തോ ഒരു സാധനം സ്മെല്ലില്ല. വണ്ടിയിലൊക്കെ നല്ല വേണം ചക്കയുടെ. ആസ്വദിക്കാൻ പറ്റണല്ലോ ദൈവമേ. അടിപൊളിയാണ്. തുറക്കൂ, ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കൂ. സൂപ്പറാ, എനിക്കത് കേൾക്കുമ്പോ ഒരു വിഷമം. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്താ വിഷമം തോന്നുന്നുണ്ടാവില്ല, ചക്ക കിട്ടാത്തവർക്ക്. ഒട്ടുമിക്ക ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചക്കയുടെ കാലായി. നമ്മുടെ വീട്ടില് ചക്ക നമുക്ക് എന്താ പറയാ എടുക്കണമായിരുന്നു, ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി തിന്നായിരുന്നു. സമയം കിട്ടാറില്ലല്ലോ, പോയി എടുക്കണേ വേണ്ടി ഒരു ദിവസം. ചക്കേനെ പോയി എടുത്തോണെന്ന് മുമ്പൊക്കെ അമ്മ ശരിക്കും അമ്മയല്ല നീ ഉണ്ടാക്കാറില്ലേ മുമ്പ്, ഓർമ്മയില്ലേ? ചക്ക കൂട്ടാനുണ്ടാക്കി നമ്മൾ കഴിക്കാറുണ്ട്. പിള്ളേർക്ക് അമ്മയ്ക്ക് കൊടുക്കാം, കുറച്ചുള്ളൂ, നമ്മൾ തന്നെ നിന്ന് നോക്കും. മുമ്പേ നമുക്കിനിയേ ഉപ്പേരിയും ചക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യാറ്. ചക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് വാഴ വെട്ടിയിടും, എന്നിട്ട് അതില് ഇടും കറി, അങ്ങനെ നിരത്തിയിടും, എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും. ഒരു കട്ടൻ ചായ ഉണ്ടാക്കും. അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ കിട്ടണ ഒരു തല്ല് പിടിച്ച് കഴിക്കുമ്പോ ഒരു രസമുണ്ടല്ലോ. അത് ഗ്രേസിന് സ്റ്റീവിനൊക്കെ കൊടുക്കണം. അല്ലാണ്ട് ഈ സെപ്പറേറ്റ് പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കലൊക്കെ ഉണ്ടാക്കാം. പുഴുക്ക് ഉണ്ടാക്കാം, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. പാമ്പല്ലല്ലേ? അല്ല, എനിക്കൊരു വാഴയുടെ ഒരു വള്ളി ഇങ്ങനെ പാമ്പായിട്ട് തോന്നി. അപ്പൊ നമുക്ക് അങ്ങനെ കഴിക്കണം. അല്ലെ നമ്മള് സെപ്പറേറ്റ് പാത്രങ്ങളൊക്കെ കൊടുക്കുമ്പോ ആ ഒരു ഫീല് കിട്ടണില്ല. ചിലപ്പോ എരിവുണ്ടായാലും നമുക്ക് ആ ഒരു കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ അങ്ങനെ കൊടുക്കണം. കൈയിട്ട് വാരട്ടെ, ചേട്ട കൊച്ചല്ലേ, അതങ്ങനെയാണ് ചേട്ടാ, കൈയിട്ട് വാരി കഴിക്കണം, അങ്ങനെയൊക്കെയാണ് അതൊരു ഫീൽ ചെയ്യാ. ചേട്ടനുള്ളത് ഞങ്ങൾ മുറിച്ച് സൈഡിലേക്ക് നീക്കി തരാം. പക്ഷെ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താ പിള്ളേർ വിചാരിക്കും ഒന്നിങ്ങനെ സെപ്പറേഷൻ വേണം എന്നൊക്കെ. ഒരുമിച്ചിരുന്ന് കഴിക്കണം, അങ്ങനെയൊന്നും ഇടാറില്ല കൊച്ചി ഇച്ചിരി ഡീസന്റ് ആണ്. ഞങ്ങള് ബീമാട്ടിലെത്തി, ഞാന് പോയിട്ട് വരാം. കോഴിക്കോട്ടേക്കുള്ള പൊടി മേടിക്കണം. നാളെ കോഴിക്കോട് ശനിയാണ്. പോയിട്ട് ചക്കോട വെച്ചിട്ടുണ്ടോ? ചക്ക കൊടുത്തേക്കാം. അത് ശരിക്കും കുരു കളഞ്ഞു കൊടുക്കും. കുരു കളഞ്ഞു കൊടുക്കണോ? ആ, കുരു എന്ത് ചെയ്യും പിന്നെ? ഒരെണ്ണായിട്ട് കൊടുക്കുന്നത് മോശമല്ലേ, ഒരെണ്ണം കൂടി കൊടുക്കാം. എനിക്കൊരു സോഡയും കൂടി മേടിച്ചേക്കോ, സോഡ ഫുള്ള്. അപ്പം മിഡു അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണോ അരിപ്പൊടി? അല്ല, അരിപ്പൊടി മേടിച്ചു. തണ്ണിമത്തന് മേടിച്ചു. ഇവിടെ കപ്പങ്ങ ഇല്ലല്ലേ? ഇവിടെ കപ്പങ്ങയില്ല. പോവാ, നമ്മുടെ വീട്ടിലവിടെ കപ്പങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇറക്കിയായിരുന്നു. അത് പഴുത്തിട്ടുണ്ടായില്ല. പഴുത്തിട്ടില്ലേ, നല്ലോണം മൂത്തുണ്ടല്ലോ. പോവാ. അപ്പൊ അങ്ങനെ വൈകുന്നേരമായി. ഗ്രേസിന്റെ വെക്കേഷൻ തുടങ്ങി. സ്റ്റീവന് പിന്നെ വെക്കേഷൻ ഇല്ല. അങ്ങനെ ഞങ്ങള് പള്ളിയിൽ പോയൊക്കെ വന്നു കേട്ടാ. അപ്പൊ ഞാൻ മോരുകറി ഞാൻ വേണ്ടി എല്ലാം റെഡി ആക്കിയിട്ട് പോയായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ അതൊന്ന് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. അരിയേ തേങ്ങ ഇപ്പൊ തന്നെ തേങ്ങ എടുത്തോളൂന്ന് പറ. അപ്പൊ കായ നമ്മുടെ വീട്ടിലത്തെ കായാണ് കേട്ടാ.
കായനെ ഓൾറെഡി ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒരു മിനിറ്റ് രൈസ്. അപ്പൊ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വെള്ളം. അപ്പൊ നമ്മുടെ മോരുകറി അങ്ങനെ റെഡി. സൗണ്ട് ഉണ്ടാവും. ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു. കുഞ്ഞു സൗണ്ട്. മോര് കറി ഇത്തിരി മഞ്ഞ കളർ കുറവുണ്ടല്ലേ? പക്ഷെ ശരിയല്ലേ? ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് എക്സ്ട്രാ ഇട്ടായിരുന്നു. തുമ്മല്ല, 3 തുമ്മൽ തുമ്മ. ഒന്ന് പക്ഷെ കഴിഞ്ഞ മോര് കറി റെഡി. സ്റ്റീവ് ഉറങ്ങിട്ടാ. ഗ്രേസിന്റെ വെക്കേഷൻ തുടങ്ങി. ഗ്രേസിന് ഇനി ഫുൾ ടൈം ഓരോ പണികളായിരിക്കും. 2 കൂടാം. അപ്പൊ സ്റ്റീവ് ഉറങ്ങിട്ടാ. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.